കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഈ 3 ശ്ലോകങ്ങളാണ് അല്ലേ. അതായത് 42-ാമത്തെ ചാപ്റ്ററിലത്തെ 42-ഉം 43-ഉം നോക്കട്ടെ കേട്ടോ. അതെ, 2-ഉം 43-ഉം 44-ഉം അത് 3 ശ്ലോകം ഒന്നിച്ചാന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അത് ഞാൻ അന്ന് വായിച്ചു, പക്ഷെ ഒന്ന് വായിച്ചത് അപ്പോൾ അർത്ഥം കൂടിയും പറയാം കേട്ടോ, അന്ന് പറ്റിയിട്ടില്ലല്ലോ അതെ. അപ്പോൾ ആ 3 ശ്ലോകം വായിക്കാം. 42. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥാ നാന്യദസ്തീതി വാദിന കാമാത്മനഃ സ്വർഗപരാജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തവാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയതേ. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാട്ടോ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, വേദവാദരതാഹ, വേദത്തിൽ പറയണ, അതായത് വേദത്തിൽ ഫലശ്രുതി ഉണ്ടല്ലോ, അതിൽ വളരെയധികം ആ ഫലശ്രുതിയിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും, അതായത് ഫലത്തിന് വേണ്ടി ചെയ്യണവരാണ് ചുരുക്കം. ഇത് ചൊല്ലിയാൽ ഇത് കിട്ടും എന്ന് പറയുമല്ലോ ഫലശ്രുതി, വേദങ്ങളിൽ അത് പറയണ്ടേ. അപ്പോൾ ആ ഫലശ്രുതിയിൽ ശ്രദ്ധ അധികമുള്ളവരും ന അന്യൽ അസ്തി ഇതി വേദിന, അതായത് സ്വർഗത്തേക്കാൾ മേലെയായിട്ട് പ്രാപിക്കേണ്ടതായിട്ട് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കും പറയും ചിന്തയെന്ന് വരും. അതായത് ഈ യാഗമൊക്കെ ചെയ്താൽ സ്വർഗത്ത് പോകുന്നതാണ് ആഗ്രഹം. അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗത്തിന് മീതെ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നവരും പറയുന്നവരും. വാദിന എന്നാണ് കേട്ടോ, വേദിന അല്ല, വാദിന എന്നാണ്. ന അന്യൻ അസ്തി ഇതി വാദിന, സ്വർഗത്തിന് മീതെ ഒന്നും ലഭിക്കാനില്ല എന്ന് വാദിക്കുന്നവരും. പിന്നെയോ കാമാത്മാനഹ, അതായത് ഈ പുത്രമിത്രാദികളിലുള്ള ആശ കൊണ്ട് മനസ്സിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അവർക്ക് വേണ്ടി അത് ചെയ്യണം, അവർക്ക് നല്ലത് വരണം, എന്ത് കർമ്മവും ചെയ്യണത് അതിന്, അങ്ങനെയുള്ളവരും. സ്വർഗപരാം, സ്വർഗം തന്നെയാണ് എല്ലാത്തിലും പരമമായിട്ടുള്ള പദം എന്ന് വിശ്വസിക്കുന്നവരും. അവിപശ്ചിത, അങ്ങനത്തെ അവിവേകികളാച്ചാൽ മൂഢന്മാർ. ഭോഗൈശ്വര്യ ഗതിം പ്രതി, ഇങ്ങനെ ഭോഗൈശ്വര്യങ്ങളെ പ്രാപിക്കുന്നതിനായി, അതിനെ കിട്ടാൻ വേണ്ടിയിട്ട്, മെറ്റീരിയൽ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട്, ക്രിയാവിശേഷ ബഹുലാം ജന്മകർമ്മ ഫലപ്രദാം, അതായത് അനേക കർമ്മങ്ങളെ പറ്റിയൊക്കെ വേദത്തിലെ പറയുന്നതും ജന്മകർമ്മ ഫലപ്രദം, അതായത് ജന്മത്തെയും കർമ്മത്തെയും കർമ്മഫലങ്ങളെയൊക്കെ പറയണതാണ് കർമ്മകാണ്ഡം വേദത്തിലത്തെ. ഇത് ചെയ്തോളൂ എന്നാൽ ഇങ്ങനെ കിട്ടും, ഇത് ചെയ്തോളൂ എന്നാൽ അത് കിട്ടും, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്വർഗം കിട്ടും, ഇങ്ങനെ പറയണതാണ്. പുഷ്പിതാം ഇമാം, അതായത് ഈ വേദത്തിലത്തെ കർമ്മകാണ്ഡത്തിന് പിന്നെ പുഷ്പങ്ങൾ മാത്രമുള്ളൊരു വൃക്ഷമായിട്ടാണ് പറയണത്. ഒരിക്കലും കായല്ല, ശരിക്കും ഫലം. അത് പൂവുണ്ടാവും, കുറച്ച് നേരം ഭംഗിയുണ്ട്, വീണ് പോവുമല്ലോ. പുഷ്പങ്ങൾ മാത്രമുള്ള വൃക്ഷങ്ങളെ പോലെയാണ് കർമ്മകാണ്ഡം. യാം വാചം, ഈ അതിലത്തെ വാക്കിനെ പ്രവദന്തി പറയുന്നുവോ, തയാ ആ വാക്കിനാൽ അപഹൃതചേതസാം, അതായത് ഈ കർമ്മകാണ്ഡത്തിലത്തെ പ്രോമിസുകളുണ്ടല്ലോ, ഫലത്തിനെ പറ്റി പറയുന്ന ആ ഭാഗമൊക്കെ അതിൽ അങ്ങേയറ്റം
അതിനാൽ അപഹരിക്കപ്പെട്ട മനസ്സാണ് പറഞ്ഞാൽ എന്താൽ അതിൽ വീണുപോയ മനസ്സ്. ഓ, എനിക്കിത് കിട്ടിയാൽ ഇത് ചെയ്താൽ അത് കിട്ടുന്ന ഫലശ്രുതി ഉണ്ടല്ലോ, ആ ഫലശ്രുതിയാൽ അപഹരിക്കപ്പെട്ട മനസ്സാണ് പറഞ്ഞാൽ എന്താ, ആ ഫലശ്രുതിയിൽ വീണുപോയ മനസ്സോടുകൂടിയവരും. പിന്നെയോ ഭോഗേശ്വരി തന്നെ വ്യവസായാത്മിക ബുദ്ധി. ഇപ്പോൾ ആദ്യം പറഞ്ഞു 1 point ഡിറ്റർമിനേഷനുള്ള ബുദ്ധി പറഞ്ഞില്ലേ, ഏകാഗ്ര ബുദ്ധി. ആ ഏകാഗ്ര ആയിട്ടുള്ള ബുദ്ധി സമാധവും, അതായത് സമാധിക്ക് അത് വേണമല്ലോ, നല്ലല്ലേ സമാധിയൊക്കെ അടയാൻ പറ്റുള്ളൂ, നല്ല ഏകാഗ്ര ബുദ്ധി വേണം. അങ്ങനെ അത് ഈ പറഞ്ഞവർക്ക് വിധീയത ഉണ്ടാകുന്നതേയില്ല. അവർക്ക് ഈ വ്യവസായാത്മക ബുദ്ധി കൊണ്ട് മാത്രം സാധിക്കുന്ന സമാധിയിൽ അവരൊരിക്കലും എത്തില്ല. ആര്? ഈ കർമ്മകാണ്ഡത്തിലത്തെ ഫലശ്രുതികളാൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടി എപ്പോഴും എന്തെങ്കിലും വേണമെന്ന് മാത്രം വിചാരിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യണവരുണ്ടല്ലോ, അവരൊരിക്കലും സമാധി പദത്തിൽ എത്തില്ല എന്നാണ് പറയണത്. അല്ലയോ അർജുന, എന്താ അറിയോ, ഈ വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പല 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 കർമ്മങ്ങളും അല്ലെങ്കിൽ റിച്വൽസ്. എന്നിട്ട് അത് കിട്ടിയാൽ ഇങ്ങനെ ഫലം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് മുഴുവൻ അതിലൊരുപാട് ശ്രദ്ധ കൊടുക്കുന്നവരും അതിൽ കവിഞ്ഞ് വേറെ സ്വർഗത്തിന് മീതെ വേറെ ഒന്നുമില്ല എന്ന് വാദിക്കണവരും ഇങ്ങനെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ട് കർമ്മകാണ്ഡത്തിലത്തെ ഓരോ കർമ്മങ്ങളും കർമ്മകാണ്ഡത്തിൽ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്നവരും അങ്ങനെ സ്വർഗത്തിൽ പോകണമെന്ന് മാത്രം വിചാരിച്ച് ജീവിക്കുന്നുള്ള അജ്ഞാനികളുണ്ടല്ലോ, അവർ ഈ ലൗകിക സുഖങ്ങളെയും ഐശ്വര്യത്തിനെയും മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനത്തെ കർമ്മകാണ്ഡത്തിലത്തെ എല്ലാ ഫലശ്രുതിയും കൊണ്ട്, ശരിക്കും ഫലശ്രുതി കൊണ്ട് അവരുടെ മനസ്സ് അതിൽ വീണു പോയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെ അതാണ് നല്ലതാണെന്ന് എപ്പോഴും പറഞ്ഞ് നടക്കുക, വാദിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ ഒരിക്കലും ആ വ്യാവസായികാത്മക ബുദ്ധിയോട് കൂടിയിട്ട് മാത്രം, ഏകാഗ്ര ബുദ്ധിയോട് കൂടി മാത്രം സംഭവിക്കുന്ന ആ സമാധി അവർക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന്. അതാണ് പറയുന്നത്. അതായത് ഈ കർമ്മകാണ്ഡം പിന്നെ എന്താണ് ഇവിടെ എന്താ വെച്ചാൽ കർമ്മകാണ്ഡത്തിൽ ശരിക്കും പറയാച്ചാൽ നമുക്ക് സമാധിയെ ഹെൽപ്പ് ചെയ്യാത്തത്, അല്ലെങ്കിൽ നമുക്ക് ആധ്യാത്മിക പിന്നെ മാർഗത്തിൽ ഒട്ടും പുരോഗമിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് കർമ്മകാണ്ഡത്തിൽ പറയണം. എന്നാൽ എന്തിനാണ് അത് കർമ്മകാണ്ഡത്തിൽ പറയണമെന്ന് നമ്മൾ വിചാരിക്കും. അതെന്താ വെച്ചാൽ ഒന്നിലും ശ്രദ്ധ ഇല്ലാത്തവരെ അറ്റ്ലീസ്റ്റ് ഇതിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരിക. എന്നാൽ ആ കൂട്ടിക്കൊണ്ട് വരപ്പെട്ടവരിൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ എന്താ ഈ സ്വർഗം കിട്ടിയിട്ട് കാര്യമില്ല, അതാണല്ലോ ഇപ്പോൾ ഏറ്റവും വലുത്. അതിൽ നിന്ന് നമുക്ക് സ്വർഗത്തിലത്തെ ഫലം, അതായത് നല്ല കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ ജനിക്കണം, അതുകൊണ്ട് നമുക്ക് ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം ഉണ്ടാവില്ല എന്ന് ഈ പാത്തിലേക്ക് കർമ്മകാണ്ഡത്തിലേക്ക് കൊണ്ടുവന്നവരിൽ ചിലർക്കെങ്കിലും ഒരു ബോധം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഒന്നുമില്ലാത്തതിനെയൊക്കെ ഭേദം ലയിച്ചിട്ടാണ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പുണ്യം കാമം, അതായത് നമുക്ക് ഫലം ആഗ്രഹിച്ചിട്ടെങ്കിലും അവർ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. ഫലം ആഗ്രഹിക്കാണ്ടാണ് ചെയ്യേണ്ടത്, ഫലം ആഗ്രഹിച്ചിട്ടെങ്കിലും അവർ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, എന്നിട്ട് അതിൽ ചിലരെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണതേ. അപ്പോൾ കർമ്മകാണ്ഡത്തിനെ പറ്റിയിട്ട്, കർമ്മകാണ്ഡത്തിലൊക്കെ ജഡ വിഷയങ്ങളാണ്, അതിനെ പുറം തള്ളിയിട്ട് എന്താ ആ ഉപനിഷത്തുകൾ പറഞ്ഞ തത്വത്തിൽ തന്നെ വരണം എന്നാണ് ഭഗവാൻ പറയണത് കേട്ടോ, ഇനിയൊക്കെ പറയാൻ പോണതേ. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളെന്നാ ചോദിക്കും എന്തിനാ കർമ്മകാണ്ഡം ചോദിക്കും. അത് ഒന്നും ചെയ്യാത്തവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് മാത്രം വിചാരിച്ച് പിന്നെ ഫലം മാത്രം ഫലാപേക്ഷയോട് കൂടി എല്ലാം ചെയ്യണവർക്ക് ഒരിക്കലും ഏകാഗ്ര ബുദ്ധി ഉണ്ടാവില്ല. ഭഗവാൻ പറയണ ആ തിദിക്ഷ കൊണ്ടുണ്ടാവണ ആ സമാന സമദർശനമൊക്കെ ഒരിക്കലും ഉണ്ടാവില്ല. അതുണ്ടായാൽ മാത്രമേ സുഖത്തിനും ദുഃഖത്തിനും ഒരുപോലെയൊക്കെ കാണാൻ, അങ്ങനെ സ്റ്റേജിലെത്തിയാലേ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞില്ലേ, അതായത് ആ 1 point ഡിറ്റർമിനേഷൻ ഏകാഗ്ര ബുദ്ധി ഉണ്ടാവുള്ളൂ. എന്നാലേ നമുക്ക് ആ മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമാധിയിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കർമ്മകാണ്ഡത്തിൽ ഭയങ്കര അഡിക്ഷൻ ഉള്ളവരെ ഇത് ഞാൻ 108 പ്രാവശ്യം ഇത് ചെല്ലി എന്നാൽ എനിക്കിത് ശരിയാവും, 108 കാര്യം അപ്പോൾ എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് കിട്ടി, ഇങ്ങനെ നമ്മളെ
പക്ഷെ അത് തുടക്കത്തിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ആയാൽ, പക്ഷെ അവിടുന്ന് നമ്മൾ മുമ്പിലേക്ക് പോകണം എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കർമ്മകാണ്ഡത്തിൽ അങ്ങോട്ട് അഡിക്റ്റഡ് ആയിട്ട് ഫലശ്രുതിയിൽ ഭ്രമിച്ച് ഈ മായയുടെ ഉള്ളിൽ തന്നെ കടന്ന് വട്ടം തിരിയാൻ പോരാന്നാണ് ഭഗവാൻ പറയണം. ഇതൊന്നും നമുക്ക് ശാശ്വതമായിട്ടുള്ള സുഖം തരുന്നില്ല. അപ്പോൾ നമുക്ക് കർമ്മം ചെയ്യണം, പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാനായിരിക്കണം കർമ്മമൊക്കെ ചെയ്യണത്, ഈശ്വരാർപ്പണമായിട്ട് ഞാൻ ചെയ്യുക എന്നുള്ള ബോധമില്ലാതെ. എന്നാൽ നമ്മൾ സത്യത്തിലേക്ക് അടുത്തേക്ക് പോവും. അല്ല, അതേ ഉള്ളൂ കർമ്മകാണ്ഡത്തിൻ്റെ ഒരു ഉപയോഗം, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ ശ്രീരാമ പരമഹംസർ ഒരു രംഗനാഥാനന്ദ സ്വാമിയുടെ പിന്നെ ഇതിലുണ്ടാവേ ഒരു കഥ പറയണ്ടേ, പിന്നെ കഥയല്ല ഒരിത് പറയണ്ട, അതായത് ഒരു പഞ്ചാംഗത്തിൽ പറയുന്നുണ്ട്, അതുപോലെയാണെന്ന് പറയുക. പഞ്ചാംഗത്തിൽ പറയുന്നുണ്ട് ഇന്ന ദിവസം, പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പണ്ടൊക്കെ പഞ്ചാംഗത്തിൽ അത് പറയുമായിരിക്കും. പഞ്ചാംഗത്തിൽ ഇന്ന ദിവസം പിന്നെ മഴ തുടങ്ങും എന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടാവും, അത് വർഷം തുടങ്ങണത് എന്നാന്നൊക്കെ. എന്തായാലും ഇന്ന ദിവസം പിന്നെ മഴ പെയ്യുന്നൊക്കെ പറഞ്ഞു ചോട്ടെ, നമുക്ക് അന്ന് മഴ പെയ്തില്ല ചോളൂ, എന്നാൽ പഞ്ചാംഗം പിഴിഞ്ഞാൽ മഴ കിട്ടുമോ? പഞ്ചാംഗത്തിനെ അമർത്തി എന്നാൽ മഴ വരുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് വേദങ്ങൾ ഈ സത്യത്തിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഈ ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ നമ്മൾ ഈ കർമ്മകാണ്ഡത്തിൽ നിന്നൊക്കെ മുമ്പിലേക്ക് പോയി ആ തത്വവിചാരം ചെയ്ത് നമ്മൾ ആ ആത്മദീപത്തിനെ വേദത്തിൻ്റെ സഹായത്തോടുകൂടി കത്തിക്കണേ. വേദം നമ്മൾക്കൊരു സഹായമാവണേ ഉള്ളൂ കത്തിക്കാൻ. ആദ്യം കർമ്മകാണ്ഡം. ഈവൻ ബൃഹദാരണ്യോപനിഷത്ത് പറയുന്നുണ്ട്. എന്തറിയോ, അത്ഭുതമായി എനിക്കത് വായിച്ചിട്ടോ, വേദോ അവേദോ ഭവതീന്ന്. അതായത് വേദത്തിന് നമ്മൾ നമ്മുടെ ആത്മദീപം കൊളത്താൻ ഉപയോഗിക്കണം, അത് കഴിഞ്ഞാൽ കളയാം എന്നാണ് അങ്ങനെ പറയുന്നുണ്ട്. അതായത് വേദോ അവേദോ ഭവതീന്ന്, വേദത്തിനെ ഉപയോഗിച്ച് നമ്മൾ ആ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദത്തിൻ്റെ ആവശ്യമില്ല. എന്താ തത്വം? ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മം എല്ലാ ദിക്കിലും നിറങ്ങി നിൽക്കുന്നു, അതാണല്ലോ സർവം ബ്രഹ്മമയം, ഈശാവാസ്യമിതം സർവം, ഇതൊക്കെയാണല്ലോ. അതങ്ങോട്ട് മനസ്സിലായാൽ പിന്നെ ആ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല, കളയണം എന്നല്ല പറയണേ. അതായത് വേദം പിന്നെ അവേദാവുന്ന, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ നോക്കൂ, നമ്മുടെ ഈ ഒരൊറ്റ റിലിജിയനിൽ ഇത് പറയുള്ളൂ. ഇപ്പോൾ ബൈബിള് കളഞ്ഞോളൂ, അല്ലെങ്കിൽ ബൈബിളിനെ മാറ്റി വെച്ചോളൂ, പിന്നെ ബൈബിളിൻ്റെ ആവശ്യമില്ല എന്ന് എങ്ങാനും ഒരു വാക്ക് പറഞ്ഞു വെച്ചാൽ എന്താവും? അല്ലെങ്കിൽ ഖുറാൻ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർ കൊല്ലും ഇല്ലേ? നമ്മൾ അങ്ങനെയല്ല. വേദം നമ്മളെ വേദം പോലും എന്ന് പറയട്ടെ, വേദം പോലും നമ്മളെ സഹായിക്കാനാണ്. എന്തിന്? സത്യം മനസ്സിലാക്കാൻ. സത്യം മനസ്സിലായുള്ള ജ്ഞാനിക്ക് പിന്നെ വേദവും വേണ്ടാന്ന്, അതാണ് അർത്ഥം. അല്ലാണ്ട് അത് പൊട്ടയെന്നൊന്നുമല്ല, അത് വേണം, അത്യാവശ്യമാണ്. കർമ്മകാണ്ഡം വേണം ആദ്യം അതിലേക്ക് വരാൻ. കുറച്ച് കഴിഞ്ഞാൽ കർമ്മം ഫലത്തിനായി ചെയ്യരുത്, ഞാൻ ഈശ്വരാത്മനായി ചെയ്യരുതെന്നുള്ള ബോധം വരും. അത് കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ ആവശ്യമില്ല, പിന്നെ ഈ സമാധിയായി, എല്ലാറ്റിലും ബ്രഹ്മം കാണാനുള്ള തത്വവിചാരമായി. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അത് ആവശ്യമില്ലല്ലോ, അത് പിന്നെയും വരണവർക്ക് ആവശ്യമുണ്ട്, അത്രയേ ഉള്ളൂ. ഈ ആയിക്കഴിഞ്ഞ ആൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് വേദോ അവേദ ഭവതി എന്ന്, അവേദോ ഭവതി പറഞ്ഞത്. വേദമായിരുന്നു നോളേജ് പിന്നെ എന്തായി? അവേദമായി, ഞാനല്ലാണ്ടേ. കാരണം ഹി ഗോട്ട് ഇറ്റ്, കിട്ടിക്കഴിഞ്ഞു. അതായത് ശരിക്കും നമ്മുടെ ഉള്ളിലുണ്ടത്. ആ മറ മാറ്റാനാണ് വേദം സഹായിക്കണതേ. മറ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേദത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ അർത്ഥം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ്, വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട് രംഗനാഥാനന്ദ സ്വാമി കേട്ടോ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ 2:45 പോകേണ്ടത്. അപ്പോൾ യാമിമാം പുഷ്പിതം വാചം, അത് പറഞ്ഞല്ലോ അല്ലേ. നമ്മൾ വെറും ഒരു പൂവ് മാത്രമുള്ള ചെടി പോലെയാണ് പിന്നെ കർമ്മകാണ്ഡെന്ന്. അതായത് കായല്ല, അതിൻ്റെ ഫലം ഒട്ടും നീണ്ടു നിൽക്കുന്ന ഫലമല്ലല്ലോ. ഈ ഭൗതിക സുഖങ്ങളും സ്വർഗമൊക്കെ അവസാനിക്കണതാണല്ലോ, നിത്യാനന്ദമല്ലല്ലോ. അതുകൊണ്ടാണ് യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥ നാന്യദസ്തീതി വാദിന കാമാത്മന സ്വർഗപരാജനകർമ്മഫലപ്രദം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി
ഭോഗൈശ്വര്യപ്രസക്താനം തവാപഹൃതചേതസാം. ഈ ഫലശ്രുതിയാൽ അപഹരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരെ വ്യവസായാത്മിക ബുദ്ധി, അവർക്ക് വ്യവസായാത്മിക ബുദ്ധിയോ അല്ലെങ്കിൽ ഏകാഗ്ര ബുദ്ധിയോ സമാധിയോ ന വിധീയതേ, ഒരിക്കലും അവർക്ക് ലഭിക്കില്ല എന്ന്. ഇനി നമുക്ക് 45 ചെയ്യാട്ടോ. ത്രൈഗുണ്യവിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ സർവാംഗക്ഷേമ ആത്മവാൻ. അല്ലേ? അതെ, 45 ഇപ്പം നമ്മൾ വായിച്ച നിർദ്വയം അല്ലല്ല, സർവാംഗമല്ല കേട്ടോ. അത് ഞാനത് നിർയോഗമാണ്. അത് അച്ചടി ഈ ഒരു പുസ്തകത്തിൽ, ഞാൻ മറ്റേ പുസ്തകം നോക്കിയപ്പോഴാണ് വായിക്കുമ്പോൾ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി മനസ്സിലാവില്ല. അത് നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. അപ്പം നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് നോക്കാം കേട്ടോ. ഹേ അർജുന, അല്ലയോ അർജുന, വേദാഹ, വേദങ്ങൾ, ത്രൈഗുണ്യ വിഷയാഹ, അതായത് ഈ ഫലത്തിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് വേദങ്ങൾ. അതായത് കർമ്മകാണ്ഡേ. എന്നാൽ നീ ത്രൈഗുണ്യ, അതായത് ത്രിഗുണങ്ങളെ, മായയിലത്തെ ത്രിഗുണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. അതായത് മായയുടെ ഉള്ളിലുള്ള ഐശ്വര്യ സുഖഭോഗങ്ങളെ എങ്ങനെ കിട്ടാം എന്ന് പ്രതിപാദിക്കുന്നതാണ് കർമ്മകാണ്ഡം. അതാണ് മീൻ ചെയ്ത കേട്ടോ ത്രൈഗുണ്യ വിഷയ എന്ന് പറയണത്. എന്നാൽ നിസ്ത്രൈഗുണ്യ, നിഷ്കാമനായും, അതായത് ത്രിഗുണങ്ങൾക്ക് അതീതനായിട്ട്, അതാണ് ത്രിഗുണങ്ങൾക്ക് അതീതനായാലല്ലേ മായയ്ക്ക് അതീതനാവുള്ളൂ. നിർദ്വന്ദ്വ, ദ്വന്ദ്വങ്ങൾക്കും ഓപ്പോസിറ്റ്സിനും അതീതായിട്ട്, ബിയോണ്ടായിട്ട്. നിത്യസത്വസ്ഥ, അതായത് എന്നും ആ സത്വനിലയിൽ സ്ഥിതി ചെയ്യുന്നവനായും. നിർയോഗക്ഷേമ, യോഗക്ഷേമങ്ങൾ ഇല്ലാത്തവനായും, അതായത് നമുക്ക് കിട്ടാത്തതിനെ കിട്ടുന്നതാണ് യോഗം. പിന്നെ നമുക്ക് കിട്ടിയതിനെ വിടാതെ സൂക്ഷിക്കുന്നതാണ് ക്ഷേമം. കിട്ടാത്തതിനെ കിട്ടൽ യോഗവും കിട്ടിയതിനെ കളയാതിരിക്കുന്നത് ക്ഷേമമാണ്. ഞാൻ പിന്നെ അതിലേക്ക് വരാം കേട്ടോ. ആത്മവാൻ, അപ്രമത്തനായും ഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ ഒരു ശ്ലോകം കൊണ്ട് എന്താ പറയാൻ ഭാവിക്കണം വെച്ചാൽ, അതായത് അർജുന, ഈ കർമ്മകാണ്ഡത്തിലൊക്കെ ഈ മായയിലത്തെ സത്വം രജസ് തമസ് എന്ന ഗുണങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണതിനെയാണ് എല്ലാം പറയണത് കർമ്മകാണ്ഡത്തിൽ. മീൻസ് മായയ്ക്കുള്ളിലുള്ളത്. നമ്മളിപ്പോൾ മായയിൽ കിടന്ന് വശം കെടുകയാണല്ലോ, അതിലത്തെ കാര്യങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഭോഗം കിട്ടാം, ഐശ്വര്യം കിട്ടാം, ഫലം കിട്ടാം, അതാണ് കർമ്മകാണ്ഡത്തിൽ പറയണത്. അതിനൊക്കെ അതിലത്തെ ഈ കർമ്മകാണ്ഡത്തിൽ പ്രതിപാദിക്കുന്ന ത്രിഗുണങ്ങൾക്ക് മീതെയായിട്ട്, ബിയോണ്ട് ത്രിഗുണാസും, പിന്നെയോ ബിയോണ്ട് ദ ഓപ്പോസിറ്റ് ദ്വന്ദ്ങ്ങൾ, ആ രണ്ടെന്നുള്ള ചിന്തയില്ലാത്തവനും ആയിട്ട് എപ്പോഴും ആ ഒരേ ഒരു ബ്രഹ്മമേ ഉള്ളൂ, ആ ബോധം അല്ലെങ്കിൽ ആ സുപ്രീം കോൺഷ്യസ്നെസ്, അത് മാത്രമേ ഉള്ളൂ എന്ന് അനുഭവിക്കുന്നവനും, ലോകത്ത് കാണുന്ന യാതൊന്നും എൻ്റെ ആണെന്ന് വിചാരിക്കാത്തവനും ആണെങ്കിലേ, അതായത് അങ്ങനെ സദാ ആത്മാനന്ദം അനുഭവിക്കുന്നവനുമായിട്ട് തീരൂ എന്ന് പറയുകയാണ്. ആരോട്? അർജുനോടെ. അങ്ങനെ അല്ലാണ്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. ഈ ത്രിഗുണാതീതനായിട്ട്, ത്രിഗുണങ്ങൾക്ക് മീതെ പോകണം. മായയുടെ ഉള്ളിലാണ് ത്രിഗുണേ. അതുകൊണ്ടാണ്, അതായത് എവ്രിതിങ് നമ്മളിവിടെ കാണുന്നത് മുഴുവന് മായ അതുണ്ടെന്ന് തോന്നിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുകയും ചെയ്യും, അല്ലേ? അപ്പോൾ ശരിക്കും പറയാച്ചാൽ പരമാത്മാവിൽ
ഉണ്ടാക്കി കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. അത് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, പരമാത്മാവിൽ പൊന്തി മറയുന്ന ദൃശ്യങ്ങളാണ് ജഗത്തിൽ മുഴുവൻ, ഓർ പൊന്തി മറയുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഹോൾ വേൾഡ്, ജഗത്ത് തന്നെയെന്ന്. അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മായ എന്ന് പറഞ്ഞാൽ ത്രിഗുണാത്മികയാണ്, 3 ഗുണങ്ങളും ചേർന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെ അപ്പുറത്തേക്ക് പോകണം എന്ന് പറയുകയാണ്. അതാണ് നിസ്ത്രൈഗുണ്യം, ഗുണമില്ലാത്തത്. എന്താ? ബിയോണ്ട് മായ, ഫ്രീ ഫ്രം ഗുണാസ് പോകണം നമുക്ക്. എന്നാൽ എങ്ങനെയാണ് പോവുക? അത് 2ാമത്തെ വരിയിലാണ് പറയണത്. അതായത് എങ്ങനെയാണ് പോവുക വെച്ചാൽ നമ്മൾ തത്വവിചാരം ചെയ്യണം. നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്യണം. എനിക്ക് മായയ്ക്ക് അപ്പുറത്ത് പോകണം. അതായത് എനിക്ക് മായം കടന്ന് ഭഗവാനിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിലെത്തണം എന്നാണ് നമ്മളുടെ ലക്ഷ്യം. അതാണ് ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ വായിക്കും മാത്രം പോരാ, തത്വവിചാരം ചെയ്യണം. തത്വവിചാരം ചെയ്തിട്ട്, മനനം ചെയ്തിട്ട് അവനൊന്നെ കൺവിൻസ് ചെയ്യണം. അതായത് എന്താ, ഇവിടെ ശരിക്കും എനിക്ക് തോന്നുകയാണ് ഇവിടെ 2ാമതൊന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്, അതെൻ്റെ അജ്ഞാനം. പക്ഷെ ഇവിടെ ശരിക്കും എല്ലാ ദിക്കിലും മായേ ഉള്ളൂ. ഇപ്പം നോക്കൂ, ഒരു മുണ്ടിൻ്റെ ഊടും പാവും എന്ന് പറയും, നൂലുകളല്ലേ? ശരിക്കും നൂലല്ലാതെ എന്താ ഉള്ളത് അവിടെ? നൂല് പിന്നെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നെയ്തിട്ട് മുണ്ടാവിടും. പക്ഷെ ശരിക്കും അതിൽ നൂല് മാത്രമേ ഉള്ളൂ. ഊടും പാവും മുണ്ടാണ്, അല്ല നൂലാണ്. അതുപോലെയാണ് ജഗത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് തോന്നുകയാണ്. അതാണ് മായയുടെ സൂത്രം. അപ്പോൾ നമ്മൾ ആദ്യം അത് ഗോൾ സെറ്റ് ചെയ്യുക, ആ ബ്രഹ്മത്തിൽ എനിക്ക് എത്തണം എന്ന്. പിന്നെ അതിനെപ്പറ്റി തത്വവിചാരം ചെയ്യുക, കൺവിൻസ് ചെയ്യുക അവനോനെ എന്നെ ഇവിടെ 2ാമതൊന്നില്ല, നിർദ്വന്ദ്വാണെന്ന്. അതായത് ദ്വന്ദ്വാവസ്ഥ ഇല്ല. എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിക്കണം, ആ അദ്വൈത ശക്തി എനിക്ക് അനുഭവമാവണം. എന്നിട്ട് എനിക്ക് ആ അദ്വൈത ശക്തിയിൽ തന്നെ റിവെൽ ചെയ്യണം. ഐ വോണ്ട് ടു റിവെൽ ഇൻ ദാറ്റ്. എനിക്ക് അതിൽ തന്നെ സ്ഥിതി ചെയ്യണം. നിത്യസത്വസ്ഥിതിയാവണം എനിക്ക്. ആ സത്വഗുണ പരിപൂർണ ആദ്യം സത്വഗുണത്തിലേക്ക് എത്തണമല്ലോ. അതായത് തമോഗുണവും രജോ ഗുണവും ഒക്കെ കളഞ്ഞ് നമ്മൾ, എന്നിട്ട് പിന്നെ സത്വഗുണത്തിൽ നിന്നും മീതെ പോകണം. ഭഗവാൻ ബ്രഹ്മം ബിയോണ്ട് ഗുണാസാണ്. അതുകൊണ്ട് എന്നിട്ട് എന്നാലേ നമുക്ക് ആ നിർയോഗക്ഷേമത്വം എന്നുള്ളത് കിട്ടുള്ളൂ. നിർയോഗക്ഷേമത്വം എന്നുള്ളത് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അതാണ് നമ്മൾ പറഞ്ഞില്ലേ അതിൽ. പിന്നെ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അർത്ഥം പറഞ്ഞപ്പോൾ അത് കിട്ടാത്തതിനെ കിട്ടൽ യോഗവും കിട്ടീനെ കളയാണ്ട് സൂക്ഷിക്കൽ ക്ഷേമമാണ്. അപ്പം നിർയോഗക്ഷേമം എന്ന് പറഞ്ഞപ്പോൾ അതായത് നമുക്ക് ആ ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ് നമ്മൾ അത് ബോധ്യമാവണം. നമുക്ക് ഇവിടെ ഒന്നുമില്ല ബ്രഹ്മല്ലാതെ. അത് ശരിക്കും നമുക്കുണ്ട് നമ്മുടെ ഉള്ളിലേ. അത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമുക്ക് തെളിയായ അതങ്ങോട്ട് തെളിഞ്ഞാൽ പിന്നെ നമ്മൾ നിർയോഗക്ഷേമത്വമായി. അതായത് നിത്യാനന്ദ നമുക്ക് പിന്നെ അറിയാത്തത് ഇവിടെ ഉണ്ടെന്ന് അറിയാത്തത് കണ്ടുപിടിച്ചു. ഇനി അത് നശിക്കില്ല, അത് അവിടെ തന്നെ ഇരിക്കും, ഒരിക്കലും തിരിച്ചു പോകില്ല. അപ്പോൾ ഈ ഒരു മനസ്സോടു കൂടി ഭഗവാൻ പറയണം, അർജുന, ഇപ്പം നിൻ്റെ ഈ അവസ്ഥയിൽ, നമ്മളുടെ ഒക്കെ അവസ്ഥയിൽ, നമ്മളൊന്നും അവിടെ എത്തിയിട്ടില്ലല്ലോ. നമ്മളുടെ ഒക്കെ അവസ്ഥയിൽ നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പിന്നെ കർമ്മവാസന ഉണ്ട്. അപ്പം എന്താ പറയണത്, അർജുന, നിൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഒന്നാണ് പറയണത്, നീ ഞാനാണ് ചെയ്യണം എന്നുള്ള ഭാവല്യാണ്ട സ്വധർമ്മം ചെയ്യൂ. അതാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ പിന്നെ ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്യണത് എന്താ വെച്ചാൽ, നമുക്ക് കർമ്മം ചെയ്തിട്ട് കിട്ടുന്ന സുഖവും ആത്മസുഖവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തു, അതിൻ്റെ ഫലം കിട്ടി, നല്ല സന്തോഷമുണ്ട് അല്ലേ? ആ സന്തോഷവും സുഖവും ആത്മസുഖവും കൂടിയിട്ടുള്ള വ്യത്യാസം പറയട്ടോ. അതായത് ഒന്നാണ് നമ്മളെപ്പോഴും നമുക്ക് ഇതിൽ ആ സത്യസ്ഥ എന്നുള്ള സത്വസ്ഥ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സത്വസ്ഥ അത് ആക്ച്വലി വളരെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മൾ സുപ്രീം കോൺഷ്യസ്നെസ്സെന്നോ അല്ലെങ്കിൽ നമ്മൾ ബോധം എന്നൊക്കെ പറയണത് എപ്പോഴും സിംഗുലറാണ്. അത് ഒറ്റ ഒന്നേ ഉള്ളൂ. ഐ ഈസ് ഓൾവേസ് സിംഗുലർ അല്ലേ? സത് ത്വ, അതായത്
ഈ എക്സിസ്റ്റ് ചെയ്യണേനാണ് സത്ത് എന്ന് പറയുന്നത്. ഐ എക്സിസ്റ്റ്. എന്നാൽ പിന്നെ സ്ഥാനം എന്താ? എസ്റ്റാബ്ലിഷ്ഡ്. അതായത് അത് തന്നെ ഇരിക്കുക, ആ സത്യത്തിൽ തന്നെ ഇരിക്കുക. അതിനെയാണ് നമ്മൾ സത്വസ്ഥൻ എന്ന് പറയുന്നത്. അതായത് അവനവൻ ആത്മാവിൽ തന്നെ ഇരിക്കുന്നതിനെയാണ് പറയുക. ആത്മാവിൽ തന്നെ ഇരുന്ന് ആത്മാവിൽ ആനന്ദം കാണുമല്ലോ, അതാണല്ലോ ആത്മാരാമൻ. ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യണം, ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അല്ല. ഈ 3 ഗുണങ്ങൾക്കും അതീതനായിട്ടും 3 അവസ്ഥകൾക്കും അതീതനായിട്ടും ആത്മാവിൽ സ്ഥിതി, അതാണ് സത്വസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അറിയോ, നമ്മളോട് എന്താ ഭഗവാൻ പറയണറിയോ, നമ്മൾ ഈ സാധാരണയൊക്കെ പ്രകൃതിസ്ഥന്മാരാണ്, പ്രകൃതിയിലാണ് നമ്മൾ. ഞാൻ ബോഡി, ഈ സ്വഭാവത്തിലാണ് നമ്മളിരിക്കണതേ. സ്വരൂപത്തിലേക്ക് പോകാൻ പറയുകയാണ്. മൂവ് ഫ്രം ദ സ്വഭാവം ടു സ്വരൂപം. പ്രകൃതിപരമായ സ്വഭാവം, ഈ ത്രിഗുണങ്ങളുള്ള നമ്മുടെ സ്വഭാവം സ്വരൂപത്തിലേക്ക് മൂവ് ചെയ്യുമെന്ന് പറയുകയാണെ. അപ്പോൾ അതേപോലെ തന്നെ ശ്രീരാമകൃഷ്ണ മാസിന് വേറൊരു കഥ പറയുന്നുണ്ട് കേട്ടോ. എന്താ അറിയോ, അതെനിക്ക് വലിയ ഇഷ്ടമായി, അത് വളരെ ഇഷ്ടമായി. കഥയല്ല, ഒരു എപ്പിസോഡ്, ഒരു ഇതുപോലെ പറയുകയാണ്. ഒരാൾ ഒരു 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 നോട്ട് എഴുതി, ഒരു നോട്ട് അതിലെഴുതി, എന്നിട്ട് പറഞ്ഞു പിന്നെ സെർവൻറ്റോ ആരാ സഹായിക്കുന്ന ആളേൽ കൊടുത്തു. എന്താ അത് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഒരു മുണ്ടും മേടിച്ചു കൊണ്ടുവരണം, കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു കൊണ്ടുവരണം, ഒരു കടലാസിൽ എഴുതി കൊടുത്തു. അങ്ങനെ നമ്മൾ ചെയ്യുമല്ലോ. ഇതാ ഈ 2 സാധനം മേടിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞ്, 2 ആണെങ്കിലും ചിലപ്പോൾ അവിടെ ചെന്ന് എന്താ പറഞ്ഞെന്ന് ഓർമ്മയില്ലെങ്കിലോ വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ചു കൊണ്ടുവരാൻ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പോവുകച്ചാലോ, ഇപ്പോഴൊക്കെ വെച്ചാൽ ഫോണിൽ എഴുതും, അല്ലാച്ചാൽ ഒരു കടലാസിൽ എഴുതും, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഫോണിൽ എഴുതാം. അപ്പം അങ്ങനെ ഞാൻ ഇപ്പം ഒരാളോട് പറയാ വെച്ചോളൂ, ആ കടലാസിൽ ഞാൻ എഴുതി എനിക്കൊരു മുണ്ടും കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ടിരുമെന്ന് പറഞ്ഞു. ആ ആൾ അവിടെ എത്തി, നോക്കിയപ്പോൾ ആ മുണ്ടും സ്വീറ്റ്സും ആ വിൽക്കണ സ്ഥലത്ത് എത്തി. അത് മേടിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ മേടിക്കുന്നതിന് മുമ്പ് തന്നെ നോക്കി അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടലാസ് കളയും. ആവശ്യമില്ലല്ലോ കടലാസ്, പിന്നെ ആവശ്യമില്ല. അതുപോലെയാണ് ഈ പിന്നെ നമുക്കത് ആവശ്യമില്ല. അതായത് നമ്മൾ ഈ ബോഡി ഉപയോഗിച്ച് നമ്മൾ ആത്മാവിനെ കണ്ടെത്തിയ പിന്നെ ബോഡി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് വേദം ഉപയോഗിച്ച് ജ്ഞാനം കണ്ടെത്തിയാൽ ഞാൻ ആത്മാവെന്ന് മനസ്സിലായ വേദവും ആവശ്യമില്ല. അതായത് ഒരു പഞ്ചദശി ഉണ്ട് വളർത്തുന്നുണ്ടേ, ഞാൻ സരസ്വതിയൊക്കെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു ഒരു 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 ശ്ലോകമുണ്ട്, ഗ്രന്ഥമഭ്യസ്യ മേധാവി ജ്ഞാനവിജ്ഞാന തത്പര പലാലമിവ ധന്യാർത്ഥി ത്യജേത് ഗ്രന്ഥം അശേഷത. അതായത് നമ്മളിപ്പോൾ ഭഗവത്ഗീത പഠിച്ചിട്ട് നമ്മൾ ശരിക്കും അത് മനസ്സിലായിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ശരിക്കും ഇങ്ങനെ സത്വസ്ഥൻ, അതായത് ആത്മാവിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവത്ഗീത ആവശ്യമില്ല, വേറെ വല്ലവർക്കും കൊടുക്കാം. അതാണ് പറയണത്. അതായത് ഈ ഉമി കളയില്ലേ നെല്ലിൻ്റെ, അതുപോലെ കളയാമെന്നാണ്. അത്രേ നമ്മൾ ആത്മാവിനെ മാത്രമേ ശരിക്കും ആശ്രയിക്കാവൂ. എപ്പോൾ അങ്ങേയറ്റത്ത് എത്തുമ്പോൾ അത് മാത്രമേ നമുക്ക് ആശ്രയം പാടൂ. വേറെ അന്യാശ്രയം ഇല്ല, അന്യാശ്രയം കൊണ്ട് കാര്യമില്ല. അതാണ് പറയുന്നത്. അതാണ് നന്നായിട്ട് പറഞ്ഞത് കേട്ടോ. ഇനി എത്ര മിനിറ്റായി നോക്കണം കേട്ടോ, ഞാൻ 28ആയി. അപ്പോൾ അത്രേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. എന്നാലും 46 നമ്മൾ ചെയ്ത, അതെ, യാവാനർത്ഥ, അത് വായിച്ചിട്ട് നിർത്താം കേട്ടോ. 45 അല്ലേ? അതെ 45, 46 അല്ല 46 ചെയ്തോ? ഇല്ല 45 തന്നെയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ ത്രിഗുണങ്ങൾക്ക് അതീതമായി പോകണം, എന്നിട്ട് നിത്യസത്വസ്ഥനാവണം. ആ സത്വസ്ഥൻ, അതായത് ആത്മാവിൽ തന്നെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യണം, ഇരിക്കണം. എന്നാൽ പിന്നെ നിയോഗക്ഷേമം ആത്മാവാൻ, പിന്നെ ഒന്നും വേണ്ട നമുക്ക്, പിന്നെ യാതൊന്നും വേണ്ട. ഇവിടെയുള്ള ഈ ജഗത്തിൽ കാണുന്ന ഒരു കാര്യവും വേണ്ട. ബിക്കോസ് നമ്മൾ ആത്മാവിൽ തന്നെ ആയിട്ട് നിൽക്കുക, ഞങ്ങൾ ബ്രഹ്മമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതാണ് ആ ട്രൂത്തിൽ, സത്യത്തിൽ നിൽക്കുകയാണ്. അതാണ് കേട്ടോ. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ
നിയോഗക്ഷേമ ആത്മവാൻ. അത്ഭുതമാവല്ലേ ശരിക്കും? എത്ര ശരിയാണ്. നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. ആ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ ആ നോട്ടിൻ്റെ കാര്യം എത്ര ശരിയാ. അത് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാം വെറുതെ വായിച്ചാൽ പോരാ, ചെയ്താൽ പോരാ. നമ്മൾ അതും കൊണ്ട് നമുക്ക് സ്വായത്താക്കിയാൽ പിന്നെ അത് വേണ്ട അല്ലേ? വളരെ നല്ലതാണ്. പക്ഷേ അവിടെ എത്താനാണ് അർജുനോട് പറഞ്ഞ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത്. നമ്മളവിടെ നിന്ന് എത്തിയിട്ടില്ല, സാരില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്നത് എന്താ? നമ്മുടെ സ്വധർമ്മം ഞാനാണ് ചെയ്യണമെന്നുള്ള ഒരു അഹങ്കാരമില്ലാതെ ഈശ്വരൻ്റെ കയ്യിൽ ഉപകരണമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ഫലാപേക്ഷയോടു കൂടാതെ, അതായത് ഫലാപേക്ഷ ഇല്ലാതെ ചെയ്യുക. 3 കാര്യമേ വേണ്ടൂ എന്നാണ് ഭഗവാൻ പറയണത്. ഞാൻ ഭഗവാന്റെ കയ്യിലൊരു ഉപകരണമാണെന്നും, അതായത് ഞാനല്ല ചെയ്യണമെന്നർത്ഥം അല്ലേ? ഈശ്വരാർപ്പണമാവണമെന്നും ഫലാപേക്ഷ അരുതെന്നും. അങ്ങനെ അർജുനോട് പറയണ പോലെ ഭഗവാൻ നമ്മളോട് പറയണം സങ്കല്പിച്ച് നമുക്ക് ഈ നിമിഷം തൊട്ട് നമുക്ക് അതിന് ശ്രമിക്കാം. തൽക്കാലം നിർത്താം. നമുക്ക് അടുത്തത് ഇനി 46 അതടുത്തതിൽ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.